വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. അവർ സീക്രട്ട് എന്ന ഡ്രാമയുടെ 15ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ അമ്മ മുറിയിലേക്ക് വരുന്നതറിഞ്ഞ് സിയയുമായി സംസാരിച്ചുകൊണ്ടിരുന്ന ഫോൺ ഷിയാൻ പെട്ടെന്ന് ബുക്കിനടിയിൽ ഒളിപ്പിക്കുന്നു. അമ്മ ഫ്രൂട്ട്സുമായി അടുത്തേക്ക് വന്നിട്ട്, നിനക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് നീ ഇതുവരെ ബുക്ക് പോലും തുറന്നില്ലേ? ഞാൻ തുറക്കാൻ പോവുകയായിരുന്നു എന്ന് പറഞ്ഞവൾ തപ്പിത്തടഞ്ഞ് പേന കയ്യിലെടുക്കുന്നു. അമ്മ വീണ്ടും അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട്, അമ്മ മടങ്ങിപ്പോയിക്കോ, ഞാൻ പഠിച്ചോളാം എന്നവൾ പറഞ്ഞെങ്കിലും അതിങ്ങെടുക്കാൻ അമ്മ പറയുന്നു. ഫോൺ അമ്മ കണ്ടു എന്ന് മനസ്സിലാകുന്നതിനാൽ ഷിയാൻ പതുക്കെ അത് പുറത്തേക്ക് എടുക്കുന്നു. നീ ഇപ്പോൾ ആരുമായാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് അമ്മ ചോദിച്ചപ്പോൾ ഒരു ക്ലാസ്മേറ്റ് ആണ് എന്ന് അവൾ പറയുന്നു. ഏത് ക്ലാസ്മേറ്റ്? ഇപ്പോൾ സമയം ഒത്തിരി ആയല്ലോ എന്ന് അമ്മ വീണ്ടും ചോദിച്ചപ്പോൾ ഇന്നത്തെ ഹോംവർക്കിൽ ഒരു സംശയമുണ്ടായിരുന്നു, ഞാനത് ചോദിക്കാൻ വിളിച്ചതാണ് എന്നവൾ കള്ളം പറയുന്നു. അമ്മ ഫോൺ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഷിയാൻ കയ്യിൽ കയറി പിടിച്ചിട്ട്, അമ്മേ സത്യമായിട്ടും ഞാൻ ഈ രാത്രിയിൽ കൂട്ടുകാരുമായി സംസാരിക്കില്ല എന്ന് പറഞ്ഞു നോക്കിയെങ്കിലും ഇതെന്തായാലും കുറച്ച് ദിവസം എൻ്റെ കയ്യിലിരിക്കട്ടെ, നിൻ്റെ നല്ലതിന് വേണ്ടി തന്നെയാണ്, വെറുതെ നിൻ്റെ ശ്രദ്ധ മാറണ്ട എന്ന് പറഞ്ഞ് അമ്മ ഫോണുമായി പുറത്തേക്ക് പോകുന്നു. ഷിയാൻ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ഷിയാനെ പറഞ്ഞയച്ചിട്ട് ശിഷിയും സംഘവും ഷാദിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയിരുന്നു. അവിടെ ശിഷി വിളിച്ചു വരുത്തിയ വേറെ കുറേ കൂട്ടുകാരുമുണ്ടായിരുന്നു. അവർ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആൺകുട്ടികൾ അവിടെ കയറി വന്ന് ഷാദിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. അവൾക്കവർ ആരാണെന്ന് മനസ്സിലായില്ല. നിനക്ക് ഞങ്ങളെ ഓർമ്മയില്ലേ? നമ്മൾ ജൂനിയർ സ്കൂളിൽ പ്ലേബേറ്റ്സ് ആയിരുന്നു, നീ ഞങ്ങളെ ബർത്ത്ഡേക്ക് വിളിച്ചില്ലല്ലോ എന്നവർ പരാതി പറയുന്നു. അത്രയും പറഞ്ഞിട്ടും ഷാദിക്ക് അവരുടെ പേര് പോലും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇത്തവണ ഞാൻ ക്ലാസ്മേറ്റ്സിനെ മാത്രമേ ക്ഷണിച്ചുള്ളൂ, അടുത്ത ബർത്ത്ഡേക്ക് ഉറപ്പായും വിളിക്കാമെന്ന് അവൾ പറയുന്നു. അതൊന്നും സാരമില്ല, ഇപ്പോൾ ഞങ്ങൾ വന്ന സ്ഥിതിക്ക് ഞങ്ങളുടെ കൂടെ കൂടിക്കോ എന്ന് പറഞ്ഞ് അവർ ഷാദി അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നു. ശിഷിക്ക് ആദ്യം മുതലേ അവന്മാരുടെ വർത്തമാനം തീരെ പിടിച്ചില്ല. ഇതുകൂടി ആയപ്പോഴേക്കും അവൾ വരുന്നില്ലെന്ന് പറഞ്ഞ് കേട്ടില്ലേ എന്ന് ചോദിച്ചവൻ അവരെ തടയുന്നു. അത് പറയാൻ നീ ആരാ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും, നിനക്ക് എന്നെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. 18ാം നമ്പർ സ്കൂളിൽ വന്ന് എന്നെക്കുറിച്ച് ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞവൻ ജാടയിട്ടപ്പോൾ ശിഷി പുച്ഛത്തോടെ, നിനക്ക് അവിടെ പഠിക്കുന്ന ഷെങ്ങിനെ അറിയാമോ? ഞാൻ ഇത്ര നേരം അവനൊപ്പം ഉണ്ടായിരുന്നു, ഞങ്ങൾ കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ട്സാണ്. നിനക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഫോൺ വിളിച്ച് അവനോട് ഇങ്ങോട്ട് വരാൻ പറയാം എന്ന് പറഞ്ഞ് ഫോൺ എടുക്കാൻ തുടങ്ങുന്നു. ഷെങ്ങിൻ്റെ പേര് കേട്ടതും അവന്മാർ നല്ല ഡീസൻ്റ് ആകുന്നുണ്ട്. വെറുതെ അവനെ ബുദ്ധിമുട്ടിക്കണ്ട, നീ ഷെങ്ങിൻ്റെ ഫ്രണ്ട് ആയ സ്ഥിതിക്ക് ഞങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല, ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞ് അവർ സ്ഥലം കാലിയാക്കുന്നു. അവന്മാരെ ഓടിച്ചു വിട്ടതിന് എല്ലാവരും ശിഷിയെ അഭിനന്ദിക്കുന്നു. ഷാദിക്കും ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അവൻ അവളുടെ അടുത്ത് ചെന്നിരുന്നിട്ട്, നിനക്ക് ആവശ്യത്തിന് ഫ്രണ്ട്സ് ഇല്ലാത്തത് കൊണ്ടാണോ ആ വൃത്തികെട്ടവന്മാരുമായി കൂട്ടുകൂടുന്നത്? എത്ര വന്നാലും പഠിക്കില്ല, നിനക്ക് ഫ്രണ്ടായി ഞാൻ മാത്രം പോരെ എന്നൊക്കെ ചോദിച്ചവൻ ഷാദിയെ വഴക്ക് പറയുന്നുണ്ട്. ഷാദിക്ക് അത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. എൻ്റെ കൂടെ നന്നായി പഠിക്കുക എന്നതാണ് ഇപ്പോൾ പ്രധാനം എന്നവൻ പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് സമ്മതം മൂളുന്നു. എല്ലാവരും കുറേ സമയം കൂടി ഒരുമിച്ചിരുന്ന് ബർത്ത്ഡേ ആഘോഷിച്ചിട്ടാണ് പിരിഞ്ഞത്. അടുത്ത ദിവസം സിയയുടെ മാത്സ് കോമ്പറ്റീഷനും ഷിയാൻ്റെ മന്ത്ലി ടെസ്റ്റും നടക്കുന്നു. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഷിയാൻ്റെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ അവൾക്ക് എക്സാം നന്നായി എഴുതാൻ പറ്റിയെന്ന് നമുക്ക് ഊഹിക്കാം. സിയ മത്സരം കഴിഞ്ഞിറങ്ങി വരുന്നതും നോക്കി ആഞ്ജലിയോ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. എക്സാമിനെ കുറിച്ച് ചോദിച്ച ശേഷം ഇന്നലെ രാത്രി നീ എവിടെ പോയതായിരുന്നു എന്ന് പറയാൻ നിനക്ക് ഉദ്ദേശമുണ്ടോ എന്ന് അദ്ദേഹം അവനോട് ചോദിക്കുന്നു. അവൻ മറുപടി നൽകാതെ തലകുനിച്ച് നിന്നപ്പോൾ, നിന്റെ മനസ്സിനെ എന്തെങ്കിലും അലട്ടുന്നുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയും, ഞാൻ നിന്നെ സഹായിക്കാമെന്ന് അദ്ദേഹം നയത്തിൽ പറഞ്ഞു നോക്കിയെങ്കിലും ഞാൻ അടുത്ത തവണ പറയാമെന്ന് പറഞ്ഞ് സിയ അവിടെ നിന്ന് ഓടുന്നു. അപ്പോഴേക്കും സിയയുടെ പുറകെ വന്ന വെൻ ആഞ്ജലിയോടടുത്തെത്തി, സിയ ഇന്നലെ രാത്രി എവിടെ പോയതാണെന്ന് എനിക്കറിയാമെന്ന് പറയുന്നു. എനിക്ക് കേൾക്കട്ടെ എന്ന മട്ടിൽ ആഞ്ജലിയു പോകാൻ തുടങ്ങിയെങ്കിലും അദ്ദേഹം തിരിഞ്ഞ് വെന്നെ പിടിച്ചു നിർത്തിയിട്ട് എവിടെയാണ് സിയ പോയതെന്ന് പറയാൻ പറയുന്നു. സിയ വാഷ്റൂമിൽ നിന്ന് ഷെങ്ങിനോട് ഫോണിൽ സംസാരിക്കുന്നത് ടോയ്ലറ്റിനുള്ളിലിരുന്ന് വെൻ കേട്ടിരുന്നു. കേട്ടതെല്ലാം അവൻ ആഞ്ജലിയുവിനെ അറിയിക്കുന്നു. ഷിയാൻ എന്ന് ക്ലാസ്സിലെത്തിയപ്പോൾ ശിഷി അവളുടെ ഇംഗ്ലീഷിൻ്റെ ഹോംവർക്കും തരാമോ എന്ന് ചോദിക്കുന്നു. നിനക്ക് സിയയുടെ ബുക്ക് വാങ്ങിച്ചാൽ പോരെ എന്ന് ഷിയാൻ ചോദിച്ചപ്പോൾ അവൻ പരീക്ഷ കഴിഞ്ഞ് ക്ഷീണിച്ചുറങ്ങുന്നത് കണ്ടില്ലേ, ഞാൻ എങ്ങനെ അവനെ ഉണർത്താനാണ്, അതുകൊണ്ടല്ലേ ഞാൻ സെക്കൻഡ് ബെസ്റ്റായ നിന്നോട് ചോദിച്ചത് എന്ന് പറഞ്ഞ് ശിഷി അവളെ സോപ്പിടുന്നു. ഷാദി അവനെ വഴക്ക് പറഞ്ഞിട്ട് നിൻ്റെ മാത്സ് ഹോംവർക്ക് ഒട്ടും തരുമോ എന്ന് ഷിയാനോട് ചോദിക്കുന്നു. രണ്ടുപേരും കൊള്ളാം, നിങ്ങളാണ് ശരിക്കും ഡെസ്ക് മേറ്റ്സ് എന്ന് പറഞ്ഞ് ഷിയാൻ ബുക്ക് എടുത്ത് രണ്ടുപേർക്കും നൽകുന്നു. അപ്പോഴേക്കും വെൻ മന്ത്ലി എക്സാമിൻ്റെ പേപ്പറുമായി വന്നിട്ട് ക്ലാസ് ടീച്ചർ ഓരോരുത്തരുടെയും പ്രത്യേകം സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നറിയിച്ചിട്ട് ആൻസർ ഷീറ്റ് വിതരണം ചെയ്യുന്നു. പേപ്പർ കിട്ടി മാർക്ക് കണ്ടപ്പോൾ ഷിയാൻ സന്തോഷം കൊണ്ട് അറിയാതെ ബഹളം വെച്ച് പോകുന്നു. ശബ്ദം കേട്ട് സിയ ഉണർന്ന് എന്ത് പറ്റിയെന്ന് അവളോട് ചോദിക്കുന്നു. എനിക്ക് സയൻസിന് മൊത്തത്തിൽ 270 മാർക്കുണ്ട്, എനിക്കിനി ഈ ക്ലാസ്സിൽ നിന്ന് മാറേണ്ടി വരില്ല എന്നവൾ അറിയിക്കുന്നു. സിയ അവളെ അഭിനന്ദിക്കുന്നുണ്ട്. ഫോൺ അമ്മ പിടിച്ചു വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഇനി രാത്രി വിളിക്കാൻ പറ്റില്ല എന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ അതിന് ആർക്കാണ് നിന്നെ വിളിക്കാൻ അത്ര ആഗ്രഹമെന്ന് സിയ ഉഴപ്പി പറയുന്നു. നീയല്ലേ എന്നെ വിളിച്ചത്, മറന്നുപോയോ എന്ന് പറഞ്ഞവൾ അവനെ കുത്തുന്നു. അവൻ തിരിച്ചും അവളുടെ നേർക്കും ചെല്ലുന്നുണ്ട്. ക്ലാസ്സിന് വെളിയിലൂടെ പോവുകയായിരുന്ന ആഞ്ജലിയു സെൽഫ് സ്റ്റഡി സമയത്ത് അവർ രണ്ടുപേരും കൂടി കളിക്കുന്നത് കണ്ട് അസ്വസ്ഥനായി പോകുന്നുണ്ട്. ഷിയാൻ എന്ന് വീട്ടിലെത്തിയപ്പോൾ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും അമ്മയെ മാർക്കെടുത്ത് കാണിക്കുന്നു. അമ്മയ്ക്കും സന്തോഷം തോന്നിയെങ്കിലും ഇത്തവണ നിനക്ക് ഇത്രയും മാർക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞു എന്ന് കരുതി എപ്പോഴും അതിന് കഴിയണമെന്നില്ല എന്ന് പറഞ്ഞ അമ്മ ഉപദേശം തുടങ്ങിയപ്പോഴേക്കും അമ്മ വേണ്ട, നമ്മളൊരു എഗ്രിമെൻറ്റിൽ എത്തിയതല്ലേ, ഇനി പറഞ്ഞ വാക്കിൽ നിന്ന് പുറകോട്ട് പോകുന്നത് ശരിയല്ല എന്ന് ഷിയാൻ പറയുന്നു. ശരി ഞാൻ സമ്മതിച്ചിരിക്കുന്നു, നീയാണ് നിന്റെ വഴി തിരഞ്ഞെടുത്തത്, മുന്നോട്ട് പോയി കഴിയുമ്പോൾ അതിൻ്റെ കഷ്ടപ്പാട് നിനക്ക് തന്നെ മനസ്സിലായിക്കോളും എന്ന് അമ്മ പറയുന്നു. ഷിയാൻ ഫോൺ തിരികെ തരുമോ എന്ന് സൂത്രത്തിൽ ചോദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അമ്മ എഴുന്നേറ്റ് പോയി ഫോൺ എടുത്തുകൊണ്ടുവന്ന ആൾക്ക് തിരികെ കൊടുത്തിട്ട്, നീ ഇതാണ് പറയാൻ വന്നതെന്ന് എനിക്ക് അറിയാമെന്ന് പറയുന്നു. ഷിയാൻ സന്തോഷത്തോടെ അമ്മയ്ക്ക് താങ്ക്സ് പറഞ്ഞ് ഫോണും എടുത്തുകൊണ്ട് അകത്തേക്ക് ഓടുന്നു. അടുത്ത ദിവസം എക്സാമിൻ്റെ റിസൾട്ടിനെ കുറിച്ച് സംസാരിക്കാൻ ആഞ്ജലിയു ഷിയാനെ സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിക്കുന്നു.
ഇത്തവണത്തെ മന്ത്ലി ടെസ്റ്റ് പൊതുവേ ഈസി ആയിരുന്നു, അതുകൊണ്ട് നിന്റെ മാർക്കിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിലും പഠിത്തം ഉഴപ്പരുതെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ഷിയാൻ അത് സംബന്ധിച്ച് മടങ്ങാൻ തുടങ്ങിയ അദ്ദേഹം അവളെ തിരികെ വിളിച്ച് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നീ ഈയിടെ ക്ലാസ് ടൈമിൽ സിയയോട് കുറേ സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ അടുപ്പത്തിലാണെന്നും ക്ലാസ് കഴിഞ്ഞാലും ഒരുമിച്ച് കറങ്ങാൻ പോകാറുണ്ടെന്നുമൊക്കെ ഒരാൾ എന്നോട് പറയുകയും ചെയ്തു. നിങ്ങൾക്ക് വെറുതെ കളയാൻ ഒട്ടും സമയമില്ല എന്ന് മറക്കരുത്, ഒരുപാട് പഠിക്കാനുള്ളതല്ലേ എന്നും പറയുന്നു. ഞങ്ങൾക്കിടയിൽ സാറ് വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല എന്ന് ഷിയാൻ പറഞ്ഞെങ്കിലും എന്തായാലും ഇന്ന് തന്നെ നീ അവിടെ നിന്ന് സീറ്റ് മാറി ശിശിക്കൊപ്പം ഇരിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. ഞങ്ങളിനി ക്ലാസ്സിൽ നിന്ന് സംസാരിക്കില്ല സാർ, ഞങ്ങൾ സീറ്റ് മാറ്റരുത്. അടുത്ത മന്ത്ലി ടെസ്റ്റിന് ഞാൻ ഇപ്പോഴത്തേനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിയില്ലെങ്കിൽ ഞാൻ തന്നെ സീറ്റ് മാറിയിരുന്നോളാം എന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എതിർക്കുന്നില്ല. ഷാദി വിവരം പറഞ്ഞപ്പോൾ ആൻറ്റിയോട് ഇക്കാര്യം പറഞ്ഞത് ആരാണ്? സിയോട് നീ അടുത്തിടപഴകുന്നത് കണ്ട് അസൂയ മൂത്ത വല്ല പെമ്പിള്ളേരുമായിരിക്കും. അവരെ എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഷാദി കയ്യിലിരുന്ന വാട്ടർ ബോട്ടിൽ ശക്തിയായി മേശപ്പുറത്തേക്ക് വയ്ക്കുന്നു. ശബ്ദം കേട്ട് ചുറ്റുമുള്ളവർ ശ്രദ്ധിക്കുന്ന കണ്ട് അവൾ ചമ്മുന്നുണ്ട്. ആൻറ്റി ലിയു ശിശിയുടെ അടുത്തേക്ക് സീറ്റ് മാറിയിരിക്കാൻ പറഞ്ഞെന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്ന് ഷാദി എടുത്തടിച്ച പോലെ പറയുന്നു. ഷിയാൻ അവളെ നോക്കിയിട്ട് നിനക്ക് അവനോട് ദേഷ്യമാണെന്നല്ലേ പറഞ്ഞത്, എന്തോ ചീഞ്ഞ് മണക്കുന്നുണ്ടല്ലോ എന്ന് സംശയത്തോടെ ചോദിക്കുന്നു. ബർത്ത്ഡേയുടെ അന്ന് കരോക്കെ റൂമിൽ പോയപ്പോൾ ഞാൻ വേറെ ഫ്രണ്ട്സിനൊപ്പം പാടുകയും ഡാൻസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കണ്ട് അവൻ ആകെ അസ്വസ്ഥതയോടെ ഒന്നും മിണ്ടാതെ ഒരു മൂലയ്ക്ക് മാറി ഇരിക്കുകയായിരുന്നു. ആഘോഷം കഴിഞ്ഞപ്പോൾ അവൻ എന്നെ വീട്ടിൽ കൊണ്ടുവിടുകയും ചെയ്തു. ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായാണ് എനിക്ക് അവൻ്റെ പെരുമാറ്റത്തിൽ ഒരു വ്യത്യാസം ഫീൽ ചെയ്തതെന്ന് ഷാദി പറയുന്നു. അന്ന് അവനൊരു പെൺകുട്ടിയോട് സംസാരിച്ച ദിവസം നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്, നിനക്ക് അവനോട് ഭയങ്കര ദേഷ്യമായിരുന്നല്ലോ എന്ന് ഷിയാൻ ചോദിച്ചപ്പോൾ അത് അന്ന് എനിക്ക് തെറ്റുപറ്റിയതാണ്. അവൻ ബാസ്കറ്റ്ബോളിനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചതെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു എന്ന് ഷാദി പറയുന്നു. അത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ഷിയാൻ ചോദിച്ചപ്പോൾ ഞാൻ അന്ന് തന്നെ അവളെ കാണാൻ പോയിരുന്നു. അവളൊരു നാഷണൽ ലെവൽ ഷോട്ട് പുട്ട് ചാമ്പ്യൻ ആണ് എന്ന് ഞാൻ അപ്പോഴാണ് അറിഞ്ഞത്. എൻ്റെ ഭാഗ്യത്തിനാണ് എനിക്കൊന്നും പറ്റാഞ്ഞത് എന്ന് ഷാദി പറയുന്നത് കേട്ട് ഷിയാൻ ചിരിക്കുന്നുണ്ട്. എപ്പോഴാണ് സീറ്റ് മാറേണ്ടി വരുന്നതെന്ന് ഷാദി ചോദിച്ചപ്പോൾ ചിലപ്പോൾ അടുത്ത മന്ത്ലി ടെസ്റ്റ് കഴിയുമ്പോൾ മാറേണ്ടി വന്നേക്കും. എൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും മാറണോ വേണ്ടയോ എന്നൊക്കെ എന്ന് ഷിയാൻ പറയുന്നു. രണ്ടുപേരും അതിനെക്കുറിച്ച് ആശങ്കയോടെ ചിന്തിച്ചിരിക്കുന്നുണ്ട്. അന്ന് ക്ലാസ്സിൽ വെച്ച് ഫെങ് ഷിയാനോട് കണക്കിലെ ഒരു പ്രോബ്ലം എനിക്ക് ചെയ്തിട്ട് ഉത്തരം കിട്ടുന്നില്ല, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച് ചെല്ലുന്നു. അവൾ അവനത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടാണ് സിയെ പുറത്തുനിന്ന് കയറി വന്നത്. അവൻ അടുത്ത് ചെന്നിരുന്നിട്ട് ഷിയാൻ ചെയ്യുന്നത് നോക്കിയിട്ട് അവൾ ഉത്തരം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ മണക്കണക്ക് കൂട്ടി ഉത്തരം പറയുന്നു. ഫെങ് ഉടനെ അടുത്ത സംശയം ചോദിക്കുന്നു. ഷിയാൻ അതും പറഞ്ഞു കൊടുത്തു തുടങ്ങിയപ്പോഴേക്കും സിയെ അതിൻ്റെ ആൻസറും പറഞ്ഞു കൊടുക്കുന്നു. നിനക്ക് ഇത്ര വലിയ പ്രോബ്ലംസ് ഒക്കെ മനസ്സിൽ കണക്കൂട്ടി പറയാൻ പറ്റുമായിരുന്നു, നീ ശരിക്കും ഒരു ബുദ്ധിരാക്ഷസൻ തന്നെ എന്ന് പറഞ്ഞ് ഫെങ് അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നിട്ട് എനിക്കിതുകൂടി ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നു. അതിനെന്താ, ഇത് മാത്രമല്ല, ഇനി മുതൽ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിച്ചോളൂ എന്ന് സിയെ പറയുന്നു. സിയയുടെ പെരുമാറ്റം കണ്ട് ഷിയാന് ശരിക്കും ചിരി പൊട്ടുന്നുണ്ട്. അടുത്ത് തന്നെ ഒരു ദിവസം ശിശി വെളുപ്പംകാലത്ത് തന്നെ സിയെ വീടിനടുത്തുള്ള ഗ്രൗണ്ടിലേക്ക് വിളിപ്പിക്കുന്നു. ഇത്ര വെളുപ്പിനെ അവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് ചോദിച്ച് സിയെ ഉറക്കം തൂങ്ങിയിരിക്കുന്ന കണ്ട് ഒരു പരീക്ഷ കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് ഇത്രയ്ക്ക് ക്ഷീണമായെന്ന് ശിശി അവനോട് ചോദിക്കുന്നു. പരീക്ഷയ്ക്ക് പഠിച്ചതിൻ്റെ ക്ഷീണമല്ല, പ്രോബ്ലംസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തതിൻ്റെ ക്ഷീണമാണ് എന്ന് സിയെ പറഞ്ഞപ്പോൾ നീ ആ ഫെങ്ങുമായി അത്ര അടുപ്പത്തിലൊന്നും അല്ലല്ലോ, പിന്നെ എന്തിനാണ് അവനെ ഇത്രയ്ക്ക് സഹായിക്കുന്നതെന്ന് ശിശി ചോദിക്കുന്നു. അവൻ ഷിയാനോട് ചോദിച്ചു പഠിക്കുന്നത് കണ്ടിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് സിയെ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. ആർട്സുകാരുമായുള്ള ബാസ്കറ്റ്ബോൾ മത്സരം അടുത്ത് വരുന്നു. അതിന് പ്രാക്ടീസ് ചെയ്യാനാണ് ശിശി സിയെ നേരത്തെ വിളിച്ചു വരുത്തിയത്. ഞാൻ ഗെയിമിൽ പങ്കെടുക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് സിയെ ചോദിച്ചപ്പോൾ നിൻ്റെ പേര് ഞാൻ ആൾറെഡി കൊടുത്തുപോയി, ഇനി മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ശിശി ബോൾ അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. ബാസ്കറ്റ്ബോൾ മത്സരം നടക്കുന്ന ദിവസം കളി കാണാൻ പോകാൻ ഷാദി ഷിയാനെ വിളിച്ചപ്പോൾ പ്രത്യേകിച്ച് കാണാനും വേണ്ടി ഒന്നുമില്ലല്ലോ, ഞാൻ മന്ത്ലി ടെസ്റ്റിന് പഠിക്കുകയാണെന്ന് പറഞ്ഞവൾ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നു. സിയയും കളിക്കുന്നുണ്ടെന്ന് ഷാദി പറഞ്ഞപ്പോൾ അവൻ പിന്നെ കളിക്കുന്നില്ലെന്ന് പറഞ്ഞതെന്ന് ഷിയാൻ ചോദിക്കുന്നു. ശിശിയല്ലേ ആള്, അവനൊരു പിടി പിടിച്ചാൽ പിന്നെ ആളിനെ കൊണ്ടല്ലേ പോകൂ എന്ന് ഷാദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വെൻവെന്നും വേറെ 2-3 പെൺകുട്ടികളും ആർട്സ് ക്ലാസ്സിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അവിടേക്ക് വരുന്നു. അവർ പോസ്റ്ററും ബാനറും ഒക്കെ വെച്ച് അവിടെ ഭയങ്കര ഷോ ഓഫ് നടത്തുകയാണ്. നമുക്കും അതുപോലെ പ്രിന്റ് ചെയ്താലോ, പക്ഷേ ഇനിയിപ്പോൾ സമയമില്ലല്ലോ എന്നൊക്കെ അവർ തമ്മിൽ പറയുന്നത് കേട്ടപ്പോൾ നിങ്ങൾ കാർഡ്ബോർഡ് തരാമെങ്കിൽ ഞാൻ പോസ്റ്റർ വരച്ചു തരാമെന്ന് ഷിയാൻ പറയുന്നു. അത് ശരിയാണല്ലോ, ഞാൻ അക്കാര്യം ഓർത്തില്ല എന്ന് പറഞ്ഞ് വെൻ അവൾക്ക് കാർഡ്ബോർഡ് കൊണ്ട് കൊടുക്കുന്നു. ബാസ്കറ്റ്ബോൾ കോർട്ടിനടുത്ത് മുറക്കം തൂങ്ങിയിരിക്കുകയാണ് സിയെ. ശിശി എല്ലാവരെയും ചീറപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. എതിർ ടീമിന് ചീറപ്പ് ഗേൾസും മൈക്കുമൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ്റെ ടീമംഗങ്ങൾ ചെറിയ നിരാശ പ്രകടിപ്പിച്ചപ്പോൾ അതിനെന്താ നമുക്ക് സിയെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ശിശി സിയെ പിടിച്ചെങ്കിലും ഞാൻ കളിക്കുന്നില്ലെന്ന് പറഞ്ഞതല്ലേ, എനിക്ക് വയ്യെന്നും പറഞ്ഞ് അവൻ കുത്തിയിരിക്കുകയാണ്. രക്ഷയില്ലെന്ന് കണ്ട് ശിശി അവനെ ഒഴിവാക്കി ബാക്കിയുള്ളവർക്കൊപ്പം കളിക്കാനായി ഇറങ്ങുന്നു. ഷിയാനെപ്പോഴൊക്കെ പോസ്റ്ററുകൾ വരച്ച് തീർത്തിരുന്നു. കുട്ടികൾ അവളുടെ കഴിവിനെ അഭിനന്ദിച്ചിട്ട് അതുമായി പോകുന്നു. നമുക്കും പോകാമെന്ന് പറഞ്ഞ് ഷിയാൻ റെഡിയായപ്പോൾ ശിശി സുന്ദരനാണ് എന്നെഴുതിയ ഒരു പോസ്റ്റർ എനിക്ക് കൂടി വരച്ചു തരുമെന്ന് ഷാദി അവളോട് ചോദിക്കുന്നു. ഈയിടെ നിനക്കെന്താ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞ് ഷിയാൻ അവളെ കളിയാക്കിയെങ്കിലും ഷാദി വീണ്ടും കെഞ്ചിയപ്പോൾ വരച്ചു തരാമെന്ന് പറഞ്ഞ് അവൾ പോസ്റ്റർ വരയ്ക്കാൻ തുടങ്ങുന്നു. അതേസമയം കളിക്കളത്തിൽ ശിശിയുടെ ടീമിൻ്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. എതിർ ടീം അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നുണ്ട്. കളി അപ്പോഴേ തുടങ്ങി. നിങ്ങൾ വരുന്നില്ല എന്ന് ചോദിച്ച് കെ ഷിയാൻ്റെയും ഷാദിയുടെയും അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്ക് ഷിയാൻ പോസ്റ്ററിൻ്റെ പണി കഴിച്ചിരുന്നു. നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് ഷാദി അത് കെയും കാണിക്കുന്നു. സിഐക്ക് വേണ്ടി നിനക്കുള്ള പോസ്റ്റർ ഞാൻ റെഡിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഷാദി ഒരു പോസ്റ്റർ ഷിയാനും നൽകുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം പോക്കാണെന്ന് പറഞ്ഞ് കെ നെടുവീർപ്പെടുന്നുണ്ട്. 3 പേരും കൂടി വേഗം സ്റ്റേഡിയത്തിനരികിലേക്ക് ഓടുന്നു. അവർ അവിടെ എത്തിയപ്പോൾ കളിക്ക് ബ്രേക്ക് നൽകിയിരുന്നു.
സ്കോർ ബോർഡ് കണ്ടപ്പോൾ തങ്ങളുടെ ടീമിൻ്റെ നില പരിതാപകരമാണ് എന്ന് മനസ്സിലായതിനാൽ 3 പേരും ആകെ നിരാശരാകുന്നു. ശിശു വീണ്ടും സിയോട് കളിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവൻ കളിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഷൻസി ഒരു കുപ്പി വെള്ളമായി അവിടേക്ക് ചെന്ന് ശിശുയോട് നിങ്ങളുടെ ടീം ഇന്ന് മോശം മൂഡിലാണല്ലോ എന്ന് പറയുന്നു. നീ ഇപ്പോൾ ആർട്സ് ക്ലാസ്സിലാണെന്ന് കരുതി അവരുടെ സൈഡ് പിടിക്കേണ്ട, എനിക്ക് വെള്ളം തരാനാണ് വന്നതെങ്കിൽ തന്നിട്ട് പോയെന്ന് ശിശു പറഞ്ഞപ്പോൾ അവൾ വെള്ളം സിയയ്ക്ക് നൽകുന്നു. സിയ അത് വാങ്ങുന്നുണ്ട്. ഷിയാൻ്റെ മുഖം വാടിയെങ്കിലും അതിനേക്കാൾ ദേഷ്യം വന്നത് കെക്കയ്ക്കും ഷാദിക്കുമാണ്. ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? അവരിപ്പോൾ ഒരു ക്ലാസ്സിൽ പോലുമല്ല. വാട്ടർ ഡെലിവറിയാണ് ഇവളുടെ സ്പെഷ്യലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് 2 പേരും കൂടി ഷൻസിയെ കുറ്റം പറഞ്ഞത് കേട്ടപ്പോൾ ഷിയാൻ അറിയാതെ ചിരിച്ചു പോകുന്നുണ്ട്. നീ എന്താണ് ചിരിക്കുന്നത്? ഞങ്ങൾ നിന്റെ സൈഡാണ് എന്ന് 2 പേരും കൂടി പറയുന്നു. സിയെ വെള്ളം ശിക്ഷിക്കാൻ തന്നെ നൽകിയിട്ട് തിരിഞ്ഞപ്പോഴാണ് എതിർവശത്ത് നിൽക്കുന്ന ഷിയാനെയും കൂട്ടുകാരെയും കണ്ടത്. അവൾ കയ്യിലിരിക്കുന്ന പോസ്റ്റർ അവനെ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടി നന്നായി പിടിക്കുന്നു. അതുവരെ കളിക്കാൻ വയ്യ, കളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സിയെ ചാടി എണീറ്റിട്ട് ആരെങ്കിലും ക്ഷീണിച്ചെങ്കിൽ മാറിക്കോ, ഞാൻ കളിച്ചോളാമെന്ന് പറഞ്ഞ് കോട്ടയ്ക്ക് ഊരിമാറ്റി കളിക്കാൻ തയ്യാറാകുന്നു. ശിശിക്കും അതോടെ ജീവൻ വീഴുന്നു. ഷിയാൻ്റെ മുഖത്തും ഒരു ചിരി വിടരുന്നുണ്ട്. സിയെ കളിക്കാൻ ഇറങ്ങിയതോടെ ചുറ്റുമുള്ള കുട്ടികളെല്ലാം ആവേശത്തോടെ അവനെ ആർപ്പ് വിളിക്കുന്നു. അവൻ കളി തുടങ്ങിയതോടെ തുരുതുര ഗോളിൻ്റെ ബഹളമായിരുന്നു. സ്കോർ ഉയർന്നതോടെ ആൻ്റലിയു നേരിട്ടെത്തി കുട്ടികളോട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അച്ചടക്കത്തോടെ നിൽക്കുന്നത്, നിങ്ങളുടെ ആവേശമൊക്കെ എവിടെ പോയി എന്ന് പറഞ്ഞ് സയൻസ് ക്ലാസ്സിന് ആർപ്പ് വിളിക്കുന്നു. ഒപ്പം കുട്ടികളും എല്ലാവരും ആകമൊത്തത്തിൽ ആവേശത്തോടെ തുള്ളിച്ചാടി നിൽക്കുമ്പോഴാണ് എതിർ ടീമിലെ ഒരാൾ സിയെ ഇടിച്ച് താഴേക്കിടുന്നത്. അവൻ്റെ കാല് നന്നായി വേദനിച്ചെങ്കിലും അവൻ ചാടി എണീച്ച് കളി തുടരുന്നു. ഏതായാലും സമയം അവസാനിക്കുന്നതിന് മുമ്പ് അവൻ കളി ജയിപ്പിക്കുന്നു. എല്ലാവരും കൂടി ആവേശത്തോടെ അവൻ്റെ ചുറ്റും കൂടിയെങ്കിലും അവൻ നോക്കിയത് ഷിയാൻ നിന്നിടത്തേക്കാണ്. ഒരു പുഞ്ചിരിയോടെ പോസ്റ്ററും കയ്യിൽ പിടിച്ച് അവൾ അപ്പോഴും ഓടത്തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. സിയെ അവളെ നോക്കി പുഞ്ചിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.